UDF മേഖലാ ജാഥകൾ നിശ്ചയിച്ച സമയത്ത് നടക്കുമെന്ന് കൺവീനർ പി തങ്കച്ചൻ. മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നത് വസ്തുതാവിരുദ്ധമായ ആരോപണമാണെന്നും തങ്കച്ചൻ പറഞ്ഞു. അതിനിടെ AK ആന്റണി ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയെയും കണ്ടു. ആന്റണിയുടെ വസതിയിലാണ് ചർച്ച നടന്നത്. മേഖലാ ജാഥകൾ മാറ്റിവെക്കണമെന്ന ലീഗിന്റെ അപ്രതീക്ഷിത നീക്കം UDF നേതൃത്വത്തെ ഒന്നും ഞെട്ടിച്ചു. ജാഥകൾ മാറ്റിവെച്ചേക്കുമെന്ന് തലസ്ഥാനത്ത് അഭ്യൂഹം പരന്നു. പിന്നെ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ തകൃതിയായി നടന്നു. മുഖ്യമന്ത്രിയും VM സുധീരനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ KPCC ആസ്ഥാനത്തെ കൂടിക്കാഴ്ചയോടെ മഞ്ഞുരുകി. ജാഥയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞെന്നും ഇനി മാറ്റിവെച്ചാൽ മുന്നണിയുടെ മാനം പോകുമെന്നും കോൺഗ്രസ് നേതൃത്വം ലീഗിനെ ധരിപ്പിച്ചു. മുന്നണിയുടെ ഐക്യത്തിനായി മനസ്സില്ലാ മനസ്സോടെ ലീഗ് വിട്ടുവീഴ്ച ചെയ്തതോടെ കാർമേഘങ്ങൾ മാഞ്ഞു. ലീഗിന്റെ ആവശ്യപ്രകാരം UDF വെറുതെയൊന്നുകൂടി അരമണിക്കൂർ കൊണ്ട് പിരിഞ്ഞു. പരിഭ്രാന്തികരമായ സാഹചര്യം സൃഷ്ടിച്ചതിന് മാധ്യമങ്ങളെ വിമർശിച്ച് കൺവീനറുടെ വാർത്താസമ്മേളനത്തോടെ എല്ലാം ശുഭകരമായി. ഒന്നുമില്ല, പാനിക് സിറ്റുവേഷൻ കൂടുതലുണ്ടാക്കുന്ന മാധ്യമങ്ങളാണ്. ഞങ്ങൾ പറഞ്ഞതും പറയാത്തതും ഉദ്ദേശിക്കാത്തതുമായ കാര്യങ്ങൾക്ക് വലിയ മാനം കൊടുത്ത് എഴുതുക എന്നുള്ളതൊരു സ്ഥിരം പതിവായി വന്നേക്കാണ്. പറയാത്ത കാര്യങ്ങളാണ് പലപ്പോഴും സ്ട്രോളിങ്ങിൽ കാണിക്കുന്നതൊക്കെ. പറഞ്ഞത് വേറെ, അവിടെ കാണിക്കുന്നത് വേറെ. അപ്പോൾ അതുകൊണ്ട് ജാഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. 5 വർഷത്തിലേക്ക് കടക്കുന്ന ഭരണത്തിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാനായിരുന്നു 4 ജാഥകൾ നടത്താൻ UDF തീരുമാനിച്ചത്. മധ്യമേഖല ഒഴികെയുള്ള മറ്റ് 3 ജാഥകളും നാളെ ആരംഭിക്കും. നാളെ രാവിലെ 10-ന് ഗാന്ധി പാർക്കിൽ നടക്കുന്ന ജാഥാ പ്രയാണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ഭരണത്തിൽ 4 വർഷം തികച്ച ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കാട്ടിക്കൂട്ടലല്ലാതെ സ്വന്തമായി എന്തെങ്കിലും ഒരു നല്ല കാര്യം സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തു എന്ന് ഉമ്മൻചാണ്ടിക്ക് പറയാനാകുമോ എന്ന് പിണറായി. പ്രഖ്യാപനങ്ങൾ എന്തായി എന്ന് തുറന്നു പറയാനുള്ള ആർജവം ഉമ്മൻചാണ്ടി കാണിക്കുമോ? LDF സർക്കാരുകൾ തുടക്കം കുറിച്ചതും ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതുമായ പദ്ധതികളുടെ തുടർ നടപടികളെക്കുറിച്ചല്ലാതെ മറ്റ് പദ്ധതികളെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ലാത്തതെന്ന് പിണറായി ചോദിക്കുന്നു. എന്തൊക്കെ എങ്ങനെയൊക്കെ പൂർത്തിയാക്കിയെന്ന് ജനങ്ങളോട് തുറന്നു പറയാനുള്ള മര്യാദയാണ് സർക്കാർ കാണിക്കേണ്ടത്. അതിന് കഴിയുന്നില്ല എങ്കിൽ ജനങ്ങളോട് ഖേദപ്രകടനം നടത്താനുള്ള മര്യാദയെങ്കിലും കാണിക്കണമെന്നും പിണറായി പറയുന്നു. UDFൽ പ്രശ്നങ്ങളുണ്ടെന്ന് AK ആന്റണി. ഒരുമിച്ച് നിന്നാൽ ഭരണ തുടർച്ച നേടാമെന്നും അഴിമതിയെക്കുറിച്ച് താൻ പറഞ്ഞത് പൊതുവായ കാര്യങ്ങളാണെന്നും ആന്റണി ആലപ്പുഴയിൽ പറഞ്ഞു. ഞാൻ കേരള സമൂഹത്തിൻ്റെ അകത്ത് വളർന്നു വളർന്ന ചില അനപേക്ഷണീയമായ പ്രവണതകളെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാ മേഖലയിലും എല്ലാവരും അഴിമതിക്കെതിരായിട്ട് പറയുന്നെങ്കിൽ കുറയില്ല, കഴിവുകൾ കൂടുന്നു. ഇത് കേരള സമൂഹത്തിനൊരു പൊതുവായ കാര്യം പറഞ്ഞാൽ ആരെങ്കിലും ഉന്നം വെച്ചുകൊണ്ടോ ആരെങ്കിലും കോർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അല്ലെ ഗവൺമെന്റിനെ പ്രയാസപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു, ആരെയും പ്രത്യേകം ഉദ്ദേശിച്ചിട്ടല്ല, വ്യക്തിപരമാണ്, അനാവശ്യമല്ല, ആരെയും ക്ഷീണിപ്പിക്കാനുമല്ല. നിങ്ങൾ പറഞ്ഞു പറയുന്നത് വ്യാഖ്യാനിക്കാം, ഒരു വ്യാഖ്യാനത്തിന് അർത്ഥമില്ല. കേരള ബംഗളൂരു സ്ഫോടന കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനി അൻവാർശേരിയിലെത്തി. ഉച്ചയോടെയാണ് മദനി നെടുമ്പാശ്ശേരിയിലെത്തിയത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വിശദാംശങ്ങൾ. ജാമ്യത്തിൽ ഇളവ് നൽകിക്കൊണ്ട് കേരളത്തിലേക്ക് വരാനുള്ള അനുമതി നൽകിയത് അദ്ദേഹത്തിന്റെ പ്രായമായ മാതാവിനെ കാണാൻ, അസുഖബാധിതയായ അമ്മയെ കാണാൻ വേണ്ടിയാണ് സുപ്രീം കോടതി ജാമ്യത്തിൽ ഇളവ് വരുത്തിയത്. എന്നാൽ പൂർണ്ണമായും കർണാടക പോലീസിന്റെ നിരീക്ഷണത്തിൽ കൂടിയാണ് അദ്ദേഹം 5 ദിവസത്തേക്കാണ് അദ്ദേഹം കേരളത്തിൽ എത്തിയിട്ടുള്ളത്. പ്രതീക്ഷയുടെ കിരണങ്ങൾ കണ്ടു തുടങ്ങി എന്നായിരുന്നു മദനി മാധ്യമപ്രവർത്തകരോട് കൊച്ചിയിൽ വെച്ച് പ്രതികരിച്ചത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം അൻവാർശേരിയിൽ എത്തിയത്. രാജ്കുമാർ ചേർന്നുണ്ട് വിവരങ്ങളുമായി. രാജ്കുമാർ, വിശദാംശങ്ങൾ. സൗമ്യ, 9:30യോടെയാണ് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തകരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അകമ്പടിയോടുകൂടി അദ്ദേഹം വീട്ടിലേക്ക് തോട്ടുവാ മനസ്സിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ ആദ്യം പിതാവിനെ കണ്ട് ആശീർവാദം വാങ്ങി, അതിനുശേഷം അകത്തുശ്രമിക്കുകയായിരുന്ന അവശനിലയിൽ കഴിയുന്ന മാതാവ് അസ്മ ബീവിയെയും കണ്ട് അനുഗ്രഹം വാങ്ങി. തുടർന്ന് അല്പനേരം അവരുമായിട്ട് ചെലവഴിച്ച ശേഷം പുറത്തു വന്ന മാധ്യമപ്രവർത്തകരെ കണ്ടു. തന്റെ മാതാവും പിതാവും ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് തന്നെ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു നീതി തനിക്ക് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
കോടതിയുടെ ഇപ്പോഴത്തെ നിലപാടിന് അങ്ങേയറ്റം നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിന് ഒരു മണിക്കൂറോളം ഈ തോട്ടുവ മത്സരം ചെലവഴിച്ച ശേഷം അദ്ദേഹം അത് പ്രവർത്തകർക്കൊപ്പം ഈ അൻവാർ ശേരിയിലേക്ക് മടങ്ങുകയായിരുന്നു. അവിടെ ആയിരക്കണക്കിന് പ്രവർത്തകരും ആരാധകരുമാണ് അദ്ദേഹത്തെ കാത്ത് അവിടെ നിന്നിരുന്നത്. ഇന്ന് രാത്രി അദ്ദേഹം അവിടെ ചെലവഴിക്കും. നാളെ രാവിലെ പ്രത്യേക പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളുമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് PDP പ്രവർത്തകർ പറയുന്നത്. 21-ാം തീയതി ഇതിന്റെ മദനി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള മനുഷ്യത്വപരമായ നീതി വേണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു PC ജോർജ്, മുൻ ചീഫ് വിപ്പ് കൂടിയായ PC ജോർജ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. VSന് PBയുടെ പരസ്യ ശാസന. VSന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നുവെന്ന് PB. CPIM നേതൃത്വങ്ങൾക്കെതിരെ VS ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി വിരുദ്ധമെന്നും PB വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് VS അച്യുതാനന്ദൻ പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. 2004 ശേഷമുള്ള നേതൃത്വത്തിന്റെ നിലപാടുകൾ പാർട്ടിയെ ശിഥിലമാക്കിയെന്നായിരുന്നു VSന്റെ വിമർശനം. VSന്റെ പരാമർശങ്ങൾ പരിശോധിച്ച പോളിറ്റ് ബ്യൂറോ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ പ്രസ്താവന ഇങ്ങനെ: പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ VS അച്യുതാനന്ദൻ ചാനൽ അഭിമുഖത്തിൽ നടത്തിയ വിമർശനങ്ങൾ തെറ്റും അടിസ്ഥാനരഹിതവുമാണ്. ഈ ആരോപണങ്ങൾ പോളിറ്റ് ബ്യൂറോ തള്ളിക്കളയുന്നു. VS നടത്തുന്ന ഇത്തരം പരസ്യ പ്രസ്താവനകൾ പാർട്ടിയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും PB പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. BJPയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ അഴിമതി ഭരണത്തിനെതിരെയാണ് ഉപരോധം. വൈകിട്ട് 7 മണിയോടെ ആരംഭിച്ച ഉപരോധത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ വടക്കേ ഗേറ്റാണ് പ്രവർത്തകർ ഉപരോധിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഉപരോധത്തെ അഭിസംബോധന ചെയ്യും. ഉച്ചയോടെ സമരം അവസാനിക്കും. ആം ആദ്മി സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ തർക്കം രൂക്ഷമാകുന്നു. കേന്ദ്ര സർക്കാരിന്റെ അടുപ്പക്കാരി ശകുന്തള ഗാംലിനെ ദില്ലി സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിയായി ലഫ്റ്റനന്റ് ഗവർണർ നിയമിച്ചതോടെയാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം രൂക്ഷമാവാൻ കാരണം. അതേസമയം ആം ആദ്മി സർക്കാർ രാജേന്ദ്രകുമാറിനെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ശകുന്തള ഗാംലിൻ എന്ന IAS ഉദ്യോഗസ്ഥ ഇന്ന് കേന്ദ്രവും ദില്ലി സർക്കാരും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയമാണ്. ശകുന്തള ഗാംലിനെ ദില്ലി ചീഫ് സെക്രട്ടറിയായി ഗവർണർ നിയമിച്ചതാണ് തർക്കത്തിന് പ്രധാന കാരണം. നിലവിലെ ചീഫ് സെക്രട്ടറി 10 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയ്ക്ക് പോയ സാഹചര്യത്തിലാണ് പുതിയ ചീഫ് സെക്രട്ടറിയായി ശകുന്തളയെ ഗവർണർ നിയമിച്ചത്. ശകുന്തള റിലയൻസിന്റെ ആളാണെന്നും നല്ല രീതിയിൽ പോകുന്ന ആം ആദ്മി സർക്കാരിനെ താറടിച്ചു കാണിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന BJP ഗവർണറെ കൊണ്ട് ശകുന്തളയെ ചീഫ് സെക്രട്ടറിയായി നിയമിക്കുകയായിരുന്നെന്നുമാണ് ആം ആദ്മി പറയുന്നത്. ശകുന്തളയെ ചീഫ് സെക്രട്ടറിയാക്കിയതിനെ തുടർന്ന് ആം ആദ്മി സർക്കാർ രാജേന്ദ്രകുമാറിനെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ശകുന്തള ഗാംലിനെ ചീഫ് സെക്രട്ടറിയാക്കാനുള്ള ഗവർണറുടെ നിയമന ഉത്തരവ് പുറത്തിറക്കിയ പ്രിൻസിപ്പൽ സെക്രട്ടറി അനിംദോ മജുംദാറിന് പകരമായാണ് ഈ നിയമനം. ചീഫ് സെക്രട്ടറിയുടെ നിയമനം വിവാദമായതിനെ തുടർന്ന് അനിംദോ മജുംദാറിനെ സ്ഥലം മാറ്റുകയും അദ്ദേഹത്തിന്റെ ഓഫീസ് ആം ആദ്മി സർക്കാർ പൂട്ടിയിടുകയും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിലും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കം രൂക്ഷമാകാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആലപ്പുഴ തീരദേശ മേഖലയിലെ മഴക്കെടുതിക്ക് പരിഹാരം ആവശ്യപ്പെട്ട് കളക്ടറുടെ ചേംബറിൽ G. സുധാകരൻ MLAയുടെ 9 മണിക്കൂർ നീണ്ട സമരം അവസാനിച്ചു. കടൽ ഭിത്തി കെട്ടാൻ 8 കോടി രൂപ അനുവദിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിലാണ് സമരം തീർന്നത്. മഴ കനത്തതോടെ പരപ്പനങ്ങാടി മേഖലയിൽ കടലാക്രമണം രൂക്ഷമായി. പ്രദേശത്തെ 8 ചാപ്പകൾ കടലെടുത്തു. തീരത്ത് കയറ്റിവച്ചിരുന്ന തോണികൾ കടലെടുത്തതോടെ വലിയ നഷ്ടമാണ് പരപ്പനങ്ങാടിക്കാർ നേരിടുന്നത്. കടൽ ഭിത്തി ഇല്ലാത്തിടങ്ങളിലാണ് കനത്ത വേലിയേറ്റത്തെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾ. പരപ്പനങ്ങാടി ടിപ്പു സുൽത്താൻ റോഡിലെ 8 ചാപ്പകൾ കടലെടുത്തു. 20ഓളം ചാപ്പകളും കെട്ടിടങ്ങളും തകർച്ചാ ഭീഷണിയിലാണ്. ചാപ്പപ്പടി ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ 50 മീറ്ററോളം തിരയടിച്ചു കയറിയിട്ടുണ്ട്. തീരത്ത് കയറ്റിവെച്ച തോണികൾ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റുന്നതിന്റെ തിരക്കിലാണ് മത്സ്യത്തൊഴിലാളികൾ. കരിങ്കല്ലുകൾക്ക് പകരം സെമി ബോളറുകൾ നിരത്തിയാണ് പലയിടത്തും കടലാക്രമണം നേരിടുന്നത്. പരപ്പനങ്ങാടി മേഖലയിൽ മത്സ്യലഭ്യത കുറഞ്ഞതിനാൽ 6 മാസത്തോളമായി പല കുടിലുകളും പട്ടിണിയിലാണ്. ഇതിനിടെയാണ് കടലാക്രമണം രൂക്ഷമായി നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നത്. പ്രദേശത്തെ MLA കൂടിയായ അബ്ദുൾ റബ്ബ് സ്ഥലം സന്ദർശിച്ച് അടിയന്തര ധനസഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിനായി ഡെപ്യൂട്ടി തഹസിൽദാർ കടലോര മേഖലയിലെത്തി കണക്കുകൾ ശേഖരിച്ചിട്ടുണ്ട്. താൽക്കാലിക നഷ്ടപരിഹാരമല്ല, കടലാക്രമണം തടയാനുള്ള സ്ഥിരം സംവിധാനമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സംസ്ഥാനത്ത് മഴ 4 ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്നലെ പെയ്ത മഴയിൽ തലസ്ഥാനത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതിനാൽ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്.
ലൈറ്റ് മെട്രോ പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഇ ശ്രീധരന് തന്നെ. പദ്ധതിയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം വേണമെന്ന ധനവകുപ്പിന്റെ നിലപാട് തള്ളി. ലൈറ്റ് മെട്രോയുടെ നിർമ്മാണ ചുമതല DMRCക്ക് തന്നെ നൽകാനും തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ഒടുവിൽ ഇ ശ്രീധരന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കി. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതിയിൽ സ്വകാര്യ പങ്കാളിത്തം വേണമെന്ന ധനവകുപ്പിന്റെയും ആസൂത്രണ വകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ടാണ് ഇ ശ്രീധരന്റെ നിലപാടിന് അംഗീകാരമായത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് ലൈറ്റ് മെട്രോ പൊതുമേഖലയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. 20% കേന്ദ്ര ഗവൺമെന്റ് പങ്കാളിത്തവും 80% ജൈക്ക സ്റ്റെപ്പ് ലോൺ സ്വരൂപിച്ചും പദ്ധതി യാഥാർത്ഥ്യമാക്കാമെന്ന ഇ ശ്രീധരന്റെ നിർദ്ദേശം പരിഗണിച്ചാണ് സ്വകാര്യ പങ്കാളിത്തമില്ലാതെ തന്നെ മെട്രോ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലേക്ക് പോകാതെ ഗവൺമെന്റ് തലത്തിൽ തന്നെ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന ഒരു ഇതാണ് ഇന്നത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ മാതൃകയിൽ ലൈറ്റ് മെട്രോ നടപ്പിലാക്കാനായിരുന്നു സർക്കാരിന്റെ മുൻ തീരുമാനം. എന്നാൽ ഇ ശ്രീധരനെ പോലൊരാളുടെ അഭിപ്രായം മറികടന്ന് മുന്നോട്ടു പോയാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകൾ കൂടി മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ ഈ നിലപാട് മാറ്റം. പൊതുമേഖലയിൽ നടപ്പിലാക്കുന്നതോടെ സംസ്ഥാന സർക്കാരിന് 1619 കോടി രൂപ ബാധ്യത മാത്രമേ ഉണ്ടാകൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉന്നതതല യോഗം കൈക്കൊണ്ട തീരുമാനങ്ങൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിട്ടതിനു ശേഷമായിരിക്കും അന്തിമ തീരുമാനം. VJ ബിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സഹപ്രവർത്തകനാൽ പീഡിപ്പിക്കപ്പെട്ട 42 വർഷമായി അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന നഴ്സ് അരുണ ഷാൻബാഗ് അന്തരിച്ചു. കർണാടകയിലെ ഹാദിൽപൂരിൽ നിന്ന് മുംബൈയിലെ KEM ഹോസ്പിറ്റലിൽ ജോലിക്കായി ചേർന്ന അരുണയെ ഹോസ്പിറ്റൽ ജീവനക്കാരനായ സോഹൻലാൽ വാത്മീകി പീഡിപ്പിക്കുകയും അതേ തുടർന്ന് അബോധാവസ്ഥയിലാവുകയുമായിരുന്നു. 1973 നവംബർ 27 രാത്രിയിലായിരുന്നു അരുണ ഷാൻബാഗ് എന്ന യുവതിയുടെ ജീവിതം തകർത്തെറിയപ്പെട്ടത്. മുംബൈയിലെ പ്രശസ്തമായ KEM ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി നോക്കിയിരുന്ന അരുണയെ അന്ന് രാത്രിയിൽ ഡ്രസ്സിംഗ് റൂമിൽ വസ്ത്രം മാറുന്നതിനിടെ ആശുപത്രിയിലെ തൂപ്പുകാരനായ സോഹൻലാൽ വാത്മീകി പിന്നിൽ നിന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. പിന്നെ അരുണ നേരിട്ടത് അതിക്രൂരമായ പീഡനം. ബലാത്സംഗത്തിനിടെ പ്രതി അരുണയുടെ കഴുത്ത് ശക്തിയായി ഞെരിച്ചതിനെ തുടർന്നാണ് അരുണ എന്നേക്കുമായി അബോധാവസ്ഥയിലായത്. കർണാടകയിൽ ഹൽദിപൂർ സ്വദേശിനിയായ അരുണ കുടുംബം പുലർത്താൻ വേണ്ടി മാത്രമായിരുന്നു മുംബൈക്ക് വണ്ടി കയറിയത്. എന്നാൽ ആ മഹാനഗരം ആ യുവതിയുടെ പ്രതീക്ഷകളെ എന്നേക്കുമായി നുള്ളിക്കളഞ്ഞു. അരുണയുടെ സുഹൃത്തും മാധ്യമപ്രവർത്തകയുമായ പിങ്കി വിരാനിയുടെ നേതൃത്വത്തിൽ പിന്നെ നീണ്ട നിയമ പോരാട്ടം. ഇതിനിടെ പ്രതിയായ സോഹൻലാൽ രോഗബാധിതനെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അരുണയെ ദയാവധത്തിന് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടുവെങ്കിലും കോടതി അത് നിരസിച്ചു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഹൈക്കോടതിയുടെ അനുവാദത്തോടെ ദയാവധമാകാമെന്ന വിധിയിൽ പരാമർശമുണ്ടായെങ്കിലും കേന്ദ്ര സർക്കാരും KEM ആശുപത്രി അധികാരികളും ഇതിനെ എതിർത്തു. ജീവിതത്തിന്റെ മധുര പ്രതീക്ഷകളുമായി മുംബൈ നഗരത്തിലെത്തിയ അരുണയെ ആ നഗരം കൈവിട്ടുവെങ്കിലും തങ്ങളുടെ പ്രിയ സഹപ്രവർത്തകയെ കൈയൊഴിയാൻ KEM ആശുപത്രിയും അവിടുത്തെ ജീവനക്കാരും തയ്യാറായില്ല. കഴിഞ്ഞ 42 വർഷമായി KEM ആശുപത്രിയിൽ സ്നേഹത്തണലിൽ ഒന്നും അറിയാതെ എന്നാൽ എല്ലാം അറിഞ്ഞ് അരുണ ഈ ലോകത്തെ നോക്കിക്കിടന്നു. ഒടുവിൽ ജീവന്റെ അവസാന സ്പന്ദനവും പൂർത്തിയാക്കി അരുണ വിട പറയുന്നത് ഒരുപാട് അരുണമാരുടെ കണ്ണീർ വീഴുന്ന മറ്റൊരു സമയത്താണെന്നത് കാലം ഒരുപക്ഷെ ബോധപൂർവമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാവാം. ന്യൂസ് ഡെസ്ക്.